അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 പേരെ സസ്പെൻഡ് ചെയ്തു. കൈപ്പറ്റിയ തുക 18% പിഴപ്പലിശയിൽ തിരികെ അടയ്ക്കുകയും വേണം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിന്റെ വിവരശേഖരണമൊക്കെ പൂർത്തിയാവുന്നു, കർശന നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഷഫീദ്? രജിത്ത്, സംസ്ഥാന സർക്കാരിന് അഭിമാന പ്രശ്നവും മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടാക്കിയ സംഭവത്തിൽ, അതായത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തട്ടിപ്പിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് വിവിധ വകുപ്പുകൾ കടന്നിരിക്കുന്നത്. നേരത്തെ ധനവകുപ്പ് ഇക്കാര്യത്തിൽ വിവരശേഖരണം നടത്തി മറ്റ് വകുപ്പുകൾക്ക് വിവരം കൈമാറിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൃഷി വകുപ്പിൽ നടപടി ആരംഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് മണ്ണ് സംരക്ഷണ ഓഫീസിലെ ഓഫീസ് അറ്റൻഡന്റ്, അതേപോലെ തന്നെ പത്തനംതിട്ട ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ, വടകര ഓഫീസിലെ വർക്ക് സൂപ്രണ്ട്, അതേപോലെ തന്നെ മീനങ്ങാടി ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ, അതേപോലെ തന്നെ മണ്ണ് പര്യവേക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം മീനങ്ങാടിയിലെ പാർട്ട് ടൈം സ്വീപ്പർ, തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിലെ സ്വീപ്പർ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ളത്. ഇവരെ ഇത്തരം പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വകുപ്പിൽ കൂടുതൽ പേർ ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണവും കൃഷി വകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ്, ഇതെങ്ങനെ തിരിച്ചുപിടിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നു. 18% പലിശയിൽ തുക തിരിച്ചു പിടിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം ഒരു ഘട്ടത്തിൽ നടക്കുന്നു. ഒപ്പം വകുപ്പ് തല നടപടികളും തുടരുകയാണ്. റിജിത്ത്.